നമ്മുടെ രാജ്യം വിഭാവന ചെയ്ത ഈ റൂട്ട് ലോകത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഗുജറാത്തിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളടക്കമുള്ള എല്ലാവിധ കണ്ടെയ്നറുകളും എളുപ്പത്തിൽ യൂറോപ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പുതിയ റൂട്ടാണ് കഴിഞ്ഞ വർഷം G20 ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യ അവതരിപ്പിച്ചത്. ഗുജറാത്തിൽ നിന്നോ മുംബൈയിൽ നിന്നോ ദുബായിലേക്ക് കടൽ മാർഗം സാധനങ്ങൾ എത്തിക്കാം. തുടർന്ന് നിർദ്ദിഷ്ട റെയിൽവേ മാർഗം സൗദി വഴി ജോർദാൻ വഴി ഇസ്രയേലിലെ ഹൈഫയിൽ സാധനങ്ങൾ കൊണ്ടുവരും. അതിന് ഈ റെയിൽപാത സാധ്യമാകണം. ഹൈഫയിൽ നിന്ന് കടൽ മാർഗം ഈ സാധനങ്ങൾ ഗ്രീസിലെത്തിക്കും. അവിടെ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ റോഡ് മാർഗം എത്തിക്കുന്ന വിധത്തിലാണ് ഐമീക് എന്ന ഈ പുതിയ ഇടനാഴി. ഇന്ത്യ മിഡിൽ ഈസ്റ്റിലൂടെ യൂറോപ്പിലേക്ക് നീങ്ങുന്ന ഒരു അപൂർവവും നവീനവുമായ പാത. 2023 രൂപീകരിക്കപ്പെട്ട ഈ ആശയം 2024 G7 ഉച്ചകോടിയിൽ വീണ്ടും സജീവ ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ സ്വപ്നമാണിത്. കേരളത്തിന്റെ മരച്ചീനിയും നാളികേരവും യൂറോപ്പിലെത്താൻ ചെങ്കടലിനെ ആശ്രയിക്കേണ്ടതില്ല എന്നതും ഹൂത്തികളുടെ ആക്രമണം ഭയന്ന് ആഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി കൊണ്ടുപോകേണ്ടതില്ല എന്നതും ഈ ഐമീക് റോഡ് മാപ്പിന്റെ പ്രത്യേകതയാണ്. വേഗം സാധ്യമാകാൻ തടസ്സം നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വരാനിരിക്കുന്ന റെയിൽവേയുടെ കാലതാമസം മാത്രമാണ്. തുർക്കി എതിർക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ഗുണമേന്മ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണിത്. 4800 കിലോമീറ്റർ നീളുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായി വരുമ്പോൾ ആഫ്രിക്ക ചുറ്റിക്കറങ്ങി 6000 നോട്ടിക്കൽ മൈൽ വരെ, അതായത് 1 മാസം വരെ എക്സ്ട്രാ സമയം ചെലവഴിക്കേണ്ട കാര്യമോ ഹൂത്തികളെ പേടിച്ച് ചെങ്കടൽ വഴി സാധനങ്ങൾ കൊണ്ടുപോകുകയോ വേണ്ട.